ഫെലിസ്തീർ ദൈവത്തിന്റെ പെട്ടകം എടുത്ത് അതിനെ എബെനെസരിൽ അസ്തോദിലേക്ക് കൊണ്ടുപോയി. ഫെലിസ്തീർ ദൈവത്തിന്റെ പെട്ടകം എടുത്ത് ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുചെന്ന് ദാഗോന്റെ അരികെ വെച്ചു. പിറ്റേന്നാൾ രാവിലെ അസ്തോദ്യർ എഴുന്നേറ്റപ്പോൾ ദാഗോൻ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ കവണ്ണു വീണ് കിടക്കുന്നത് കണ്ടു. അവർ ദാഗോനെ എടുത്ത് വീണ്ടും അവന്റെ സ്ഥാനത്ത് നിർത്തി. പിറ്റേന്നാൾ രാവിലെ അവർ എഴുന്നേറ്റപ്പോൾ ദാഗോൻ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ കവണ്ണു വീണ് കിടക്കുന്നത് കണ്ടു. ദാഗോന്റെ തലയും അവന്റെ കൈപ്പത്തുകളും ഉമ്മരപ്പടിമേൽ മുറിഞ്ഞു കിടന്നു. ദാഗോന്റെ ഉടൽ മാത്രം ശേഷിച്ചിരുന്നു. അതുകൊണ്ട് ദാഗോന്റെ പുരോഹിതന്മാരും ദാഗോന്റെ ക്ഷേത്രത്തിൽ കടക്കുന്നവരും അസ്തോദിൽ ദാഗോന്റെ ഉമ്മരിപ്പടിമേൽ ഇന്നും ചവിട്ടാറില്ല. എന്നാൽ യഹോവയുടെ കൈ അസ്തോദ്യരുടെ മേൽ ഭാരമായിരുന്നു. അവൻ അവരെ ശൂന്യമാക്കി. അസ്തോദിലും അതിന്റെ അതിരുകളിലും ഉള്ളവരെ മൂലരോഗത്താൽ ബാധിച്ചു. അങ്ങനെ ഭവിച്ചത് അസ്തോദ്യർ കണ്ടിട്ട്, ഇസ്രയേലിന്റെ ദൈവത്തിന്റെ പെട്ടകം നമ്മുടെ അടുക്കൽ ഇരിക്കരുത്, അവന്റെ കൈ നമ്മുടെ മേലും നമ്മുടെ ദേവനായ ദാഗോന്റെ മേലും കഠിനമായിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവർ ആളയച്ച് ഫെലിസ്ത്യരുടെ സകല പ്രഭുക്കന്മാരെയും വിളിച്ചുകൂട്ടി. ഇസ്രയേലുടെ ദൈവത്തിന്റെ പെട്ടകം സംബന്ധിച്ച് നാം എന്ത് ചെയ്യേണ്ടുവെന്ന് ചോദിച്ചു. അതിനവർ, ഇസ്രയേലുടെ ദൈവത്തിന്റെ പെട്ടകം ഗത്തിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇസ്രയേലുടെ ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുപോയി. അവർ അത് കൊണ്ടുവന്നതിന് ശേഷം ഏറ്റവും വലിയൊരു പരിഭ്രമം ഉണ്ടാകത്തക്കവണ്ണം യഹോവയുടെ കൈ ആ പട്ടണത്തിനും വിരോധമായി തീർന്നു. അവൻ പട്ടണക്കാരെ ആബാലവൃദ്ധം ബാധിച്ചു. അവർക്കും മൂലരോഗം തുടങ്ങി. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ പെട്ടകം എക്രോനിലേക്ക് കൊടുത്തയച്ചു. ദൈവത്തിന്റെ പെട്ടകം എക്രോനിലെത്തിയപ്പോൾ എക്രോനിയർ, നമ്മെയും നമുക്കുള്ളവരെയും കൊല്ലുവാൻ അവർ ഇസ്രയേലിയരുടെ ദൈവത്തിന്റെ പെട്ടകം നമ്മുടെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുന്നുവെന്ന് പറഞ്ഞ് നിലവിളിച്ചു. അവർ ആളയച്ച് ഫെലിസ്ത്യരുടെ സകല പ്രഭുക്കന്മാരെയും കൂട്ടിവരുത്തി. ഇസ്രയേലിയുടെ ദൈവത്തിന്റെ പെട്ടകം നമ്മെയും നമ്മുടെ ജനത്തെയും കൊല്ലാതിരിക്കേണ്ടതിന് അതിനെ വിട്ടയച്ച് കളയണം. അത് വീണ്ടും അതിൻ്റെ സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് പറഞ്ഞു. ആ പട്ടണത്തിലെങ്ങും മരണകരമായ പരിഭ്രമം ഉണ്ടായി. ദൈവത്തിൻ്റെ കൈ അവിടെയും അതിഭാരമായിരുന്നു. മരിക്കാതിരുന്നവർ മൂലരോഗത്താൽ ബാധിതരായി. പട്ടണത്തിലെ നിലവിളി ആകാശത്തിലേക്ക് ഉയർന്നു.